ഹലോ, അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ല ഇങ്ങനെ ഫേസ് കാണിച്ചൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നല്ലൊരു മഴക്കാലമാണ്, വീഡിയോ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു സിറ്റുവേഷൻ കിട്ടിയപ്പോൾ ഇതാ നല്ലൊരു വീഡിയോ എടുക്കാൻ കേട്ടോ. ഇനി അങ്ങോട്ട് മാക്സിമം നമ്മൾ നോക്കിയിട്ട് കുറേശ്ശെ വീഡിയോസ് ഇങ്ങനെ വീക്കിലിയോ ഡെയിലിയോ ഒക്കെ നോക്കി അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ്, മഴക്കാലത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുന്നത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ മെയിനായിട്ടും ഓർണമെൻ്റൽ ഷ്രിംസിനെയാണ് ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാടൊന്നുമില്ല, ഒരു 2-3 വെറൈറ്റീസിനെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഷ്രിമ്പിനെ മേടിക്കുന്നവരാണെങ്കിൽ അതിന് ബെസ്റ്റ് ടൈമാണ്. ഇനി ഓൾറെഡി മേടിച്ച് വെച്ചവരുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ബ്രീഡിങ് നടക്കാനൊക്കെ പറ്റിയ ഒരു ടൈമാണ് കേട്ടോ. അതിന് വേറെ റീസൺ ഒന്നുമല്ല, നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല തണുത്തിരിക്കുന്ന ഒരു ടൈം ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവർക്ക് ഈ ഷ്രിമ്പിനൊക്കെ എന്താണ് നല്ല തണുത്ത ഒരു ക്ലൈമറ്റും ടാങ്ക് സെറ്റപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് കേട്ടോ. വെള്ളത്തിന്റെ ചൂടൊക്കെ നല്ല രീതിക്ക് അഫക്ട് ചെയ്യുന്ന ഒരു ഫിഷാണ് ഓർണമെന്റൽ ഷ്രിംസ് അല്ലേ. നമ്മൾ മുന്നത്തെ കുറേ ഇൻഫോർമേറ്റീവ് വീഡിയോസിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മേടിക്കാൻ താല്പര്യം, നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, നിങ്ങൾ നോക്കിയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഗപ്പീസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ച് റിസ്ക് ആയിരിക്കും അല്ലേ. കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസീസസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് വണ്ടികൾ പോകുന്ന ചെറിയൊരു നോയ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വാട്ടർ ലില്ലീസും കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 30 വെറൈറ്റി വാട്ടർ ലില്ലി നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും സെയിലിനായിട്ടില്ല. കൂടുതലായിട്ടും വിവിപാരസ് വെറൈറ്റീസും കുറച്ച് ട്രോപ്പിക്കൽ വെറൈറ്റീസ് ഒക്കെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ആയിട്ടുണ്ട്. നിങ്ങളിത് കാണുന്നത് അത്ര വൃത്തിയായിട്ടൊന്നും അല്ല നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓർണമെന്റൽ ഷ്രിംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ മെയിൻ ആയിട്ട് റെഡ്, പിന്നെ നമ്മൾ ഇലക്ട്രിക് ബ്ലൂ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് അത്യാവശ്യം സെയിലുള്ള സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പംകിൻ അല്ലേ, ഈ 3 വെറൈറ്റീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് 3ഉം അത്യാവശ്യം ഇഷ്ടംപോലെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറേ ആൾക്കാർ ഹോൾസെയിൽ ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നില്ല. അത്യാവശ്യം ബ്രീഡിംഗ് ക്വാളിറ്റിയിൽ തന്നെ ഒരു മാക്സിമം ഒരു 10 to 20 പീസാണ് നമ്മൾ ഒരാൾക്കായിട്ട് സെയിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഷ്രിമ്പിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ അതേപോലെ തന്നെ ഒരാളുടെ നിന്ന് ഷ്രിമ്പ് മേടിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് മേടിക്കുന്നതെങ്കിൽ മാക്സിമം ഫുൾ വീഡിയോ കണ്ടിട്ട് തന്നെ അയാളുടെ കയ്യിൽ നിന്ന് ഷ്രിമ്പ് മേടിക്കാൻ നോക്കുക കേട്ടോ. കാരണം എന്തൊക്കെയാണ് ഫീഡ് ചെയ്യുന്നത്, എന്താണ് ടാങ്ക് സെറ്റപ്പ്, അതേപോലെ തന്നെ കള്ളിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഷ്രിമ്പിനെ മേടിക്കുക കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒരു വാട്സപ്പിൽ സെയിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിന്റെ ഫോട്ടോ മേടിച്ച് അല്ലെങ്കിൽ പ്രൈസ് ചോദിച്ചിട്ട് അപ്പോൾ തന്നെ ഓർഡർ ചെയ്യാതെ ഏതൊരു ബ്രീഡർ ആയാലും എങ്ങനെയാണ് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഷ്രിമ്പിനെ മേടിക്കുക കേട്ടോ. അത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ വാട്ടർ ലില്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 5-6 വെറൈറ്റിന്റെ തൈകൾ നമ്മുടെ കയ്യിൽ മിക്കബിൾ സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ അത് തൈകൾ സെയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുക കേട്ടോ. അതായത് ട്യൂബറും നമ്മളിപ്പോൾ സെയിൽ ഇല്ല. അതിന്റെ റീസൺസ് ഒക്കെ ചെറിയ ഷോർട്ട് വീഡിയോസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ തൈകൾ ഇഷ്ടംപോലെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് മെത്തേഡൊക്കെ ട്രൈ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇനി വരുന്ന വീഡിയോസിൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഏതൊക്കെ വെറൈറ്റീസ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ വരുന്ന വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ജസ്റ്റ് ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഏതൊക്കെ വെറൈറ്റീസ് ആണ് വേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്താൽ മതി കേട്ടോ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇൻ കേസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം. നമ്മൾ അതിൽ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ വീക്കിലിയോ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അപ്പോൾ കോൺടാക്ട് ചെയ്യും. നമുക്ക് വാട്ടർ ലില്ലി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഷ്രിമ്പ് പോലെ നമുക്ക് ഒരു ഒറ്റയടിക്ക് ഒരു 10-50 പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തൈകൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വിവിപാരസ് വെറൈറ്റീസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ നടക്കും. പക്ഷേ ട്രോപ്പിക്കൽ വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഒരു പ്ലാന്റ് നട്ട് അതിന്റെ ഒരു ട്യൂബർ കിട്ടി ആ ഒരു ട്യൂബറിൽ നിന്ന് പിന്നെ നമുക്ക് ഒരു 7-8 തൈകളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ വാട്ടർ ലില്ലീസ് ഒക്കെ നമുക്കൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ എന്താണ് തൈകൾ അങ്ങനെ നമുക്ക് എപ്പോഴും അങ്ങനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആവുന്ന തൈകളെ പറ്റി നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാന്നല്ലാതെ പരിപാടികളൊന്നും നടക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ. ശരി, അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാതെ.